പാതിരാത്രിയിൽ ബിഗ് ബോസ് വീട്ടിൽ ഇറങ്ങിയേറിയത് നാടകീയമായ രംഗങ്ങളാണ് നമ്മൾ കണ്ടതുപോലെ. അതായത് ഗബ്രി പോയി പിണങ്ങി കിടക്കുന്നു. ജാസ്മിൻ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ വിളിക്കുമ്പോൾ ഗബ്രി പോകുന്നില്ല. പിന്നീട് ജാസ്മിൻ പോയതിനു ശേഷം ഗബ്രി തനിച്ചു പോയിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. പിന്നെ പോയി കിടക്കുന്നു. സുഖമില്ല എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. ജാസ്മിൻ ചെന്ന് എത്രയൊക്കെ വിളിച്ചിട്ടും ആദ്യം എണീക്കുന്നില്ല. തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് ഗബ്രി ഒഴിഞ്ഞു മാറുന്നു. ജാസ്മിൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. പിന്നീട് പെട്ടെന്ന് ദേഷ്യം വന്ന് എണീറ്റ് പുറത്തു പോയിരിക്കുകയാണ്. അപ്പോൾ പിന്നാലെ ജാസ്മിന് പോകുന്നുണ്ട്. എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്താണ് നിനക്ക് സംഭവിച്ചതെന്ന്. ഗബ്രി ഒന്നും വിട്ട് പറയുന്നില്ല. എൻ്റെ ഹെൽത്ത് പ്രോബ്ലമാണ്, എനിക്കിപ്പോൾ നിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആൾ ഒഴിഞ്ഞു മാറുന്നു. ജാസ്മിൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അവിടെ ഇരുന്ന് കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ. ഒരു രക്ഷയുമില്ല. ഇനി ഞാൻ നിന്നെ അപ്പോൾ ഡിസ്റ്റർബ് ചെയ്യില്ല, നീ എൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്, പക്ഷെ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ കുറേ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഗബ്രി, നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം, നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം, ഞാൻ ഒന്നിനുമില്ല, നിനക്ക് മാറി നിൽക്കണമെങ്കിൽ മാറാം, അതൊക്കെ നിന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഗബ്രി അവിടെ ഒഴിഞ്ഞു മാറുന്നുണ്ട്. ആ സമയത്ത് ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് പറയുന്നുണ്ട്, അവസാനമായിട്ട് അങ്ങനെയാണെങ്കിൽ ഇനി എനിക്കൊരു ഹഗ്ഗ് താടാ ഗബ്രി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഹഗ്ഗൊക്കെ ചെയ്ത്. ആ സമയത്ത് നമ്മൾ വിചാരിക്കും, ദാ ഇതോടെ തീർന്ന് ഇവർ തമ്മിൽ ഇനി ഇല്ല, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് കളിക്കാൻ പോവാണ്, ലാസ്റ്റ് ഹഗ്ഗ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെ വിചാരിക്കാൻ പാടില്ല, അത് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. പിന്നീട് അങ്ങോട്ട് നീണ്ട കൂട്ടക്കരച്ചിലുകളും തുറന്ന് പറച്ചിലുകളുമായിരുന്നു ഇന്നലെ ലൈവിനകത്ത് നമ്മൾ കണ്ടത്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.